ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിപ്പോയി. ഇനി എങ്ങാനും ചോദ്യപേപ്പർ ചോർത്തിയോ? നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞങ്ങളോടാ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ എത്ര രാത്രികളാണെന്നറിയോ ഉറക്കൊഴിച്ചത്, എത്ര ഉച്ചഭക്ഷണമാണെന്നറിയോ കളഞ്ഞു പോയത്. കഴിഞ്ഞ പല ക്ലാസ്സുകളിലും ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞപ്പോൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് നെയിം സാറിനും വർണിത മിസ്സിനും ചോദ്യപേപ്പർ കിട്ടിയെന്ന്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിപ്പോയി. ഇനി എങ്ങാനും ചോദ്യപേപ്പർ ചോർത്തിയോ? അതായത് നെയിം സാറും വർണിത മിസ്സും പറഞ്ഞ ഇംഗ്ലീഷിലെ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് പല ക്ലാസ്സുകളിലെയും എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വെറുതെ ചോദിച്ചാണ് നെയിം സാറെ, വർണിത മിസ്സേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ പറഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ, ഞങ്ങളോടാ പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. എന്നിട്ട് അവർ പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്, ഒരു കാര്യത്തിൽ നമ്മൾ ഏറ്റവും ടോപ്പ് ആവുക എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കുമ്പോഴാണ്. ഞങ്ങൾ എക്സാം ടൈം ടേബിൾ വന്നത് മുതൽ ഞാനും വർണിത മിസ്, ഈ ഞാനും എന്ന് ഉദ്ദേശിക്കുന്നത് നെയിം സാർ പറയാണ്, ഞാനും വർണിത മിസ്സും കൂടി എത്ര രാത്രികളാണെന്നറിയോ ഉറക്കൊഴിച്ചത്, എത്ര ഉച്ചഭക്ഷണമാണെന്നറിയോ കളഞ്ഞു പോയത്. കാരണം ഞങ്ങൾക്ക് സമയം പോകുന്നത് അറിഞ്ഞിരുന്നില്ല. പല ക്ലാസ്സുകളിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഗവൺമെൻറ് ഇറക്കിയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ഉറപ്പിച്ച ചില ക്വസ്റ്റ്യൻസുകളും കൂടി എടുത്ത് ഞങ്ങൾ ഓരോ ക്ലാസ്സുകാർക്കും പറഞ്ഞു കൊടുത്തപ്പോൾ അത് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നത്. ഇനി 7ാം ക്ലാസ്സിലെ മക്കളോട് പറയുന്നത്, ഇന്ന് നിങ്ങൾ വാ, ഇന്ന് നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ വാ. ഇന്ന് നിങ്ങൾ ലൈവിലേക്ക് വരാണെങ്കിൽ അവർ പറയുന്നൊരു കാര്യമുണ്ട്, സേത് സാറെ നിങ്ങൾ ധൈര്യമായിട്ട്, അല്ലെങ്കിൽ സൂപ്പർ മാഷ് നിങ്ങൾ ധൈര്യമായിട്ട് കുട്ടികളെ വിളിച്ചു പോരെ. എടാ എന്നെ വിശ്വസിച്ചോ നിങ്ങൾ ഇന്നത്തെ ലൈവിൽ നിങ്ങൾ വാ. ഇന്നത്തെ ലൈവിൽ വന്നിട്ട് നാളത്തെ ഇംഗ്ലീഷിൻ്റെ പേപ്പർ ഇങ്ങനെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചോ. അപ്പോൾ ആ ഫ്രണ്ട്സ് നിങ്ങൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് തരും, കൺഗ്രാറ്റ്സ്, അല്ലെങ്കിൽ വലിയ ഉപകാരമായി നിങ്ങൾ വിളിച്ചതുകൊണ്ട് ഞങ്ങൾ വന്നപ്പോൾ എക്സാം നമുക്ക് അടിപൊളി മാർക്ക് വാങ്ങാൻ പറ്റി, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പോലുള്ള ടഫായിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ മക്കളെ മറക്കണ്ട, കൃത്യം ഇന്ന് തന്നെ പോരെ മക്കളെ. ഇംഗ്ലീഷ് നമുക്ക് എന്തായിരിക്കണം, സെറ്റാക്കണം. പല കുട്ടികൾക്കും ഇതൊരു മറുപടി ആയിരിക്കണം. നമ്മുടെ എജുപോട്ട്, ചിലർ പറയാണ്ട് എജുപോട്ട് കാണണ്ട എങ്ങനെയാണെന്ന്. അപ്പോൾ എജുപോട്ട് കണ്ടവർക്ക് ഫുൾ മാർക്ക് കിട്ടുന്ന ഒരു രൂപത്തിലേക്ക് ഇന്നത്തെ ഇംഗ്ലീഷ് പ്രഡിക്ഷൻ ലൈവ് സെറ്റാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് എക്സാം തൂക്കിയെടുക്കണം.